DG Freshmatic Liquid Detergent ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG Your One Cup Magic. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ചില സിനിമകൾ സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമയും നമ്മൾ തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമകളും. ഈ സിനിമയും അങ്ങനെ തുടങ്ങിയ ഒരു സിനിമയാണ്. വിജയെ എനിക്ക് വളരെ നാളായിട്ട് അറിയാൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്. എൻ്റെ വളരെയധികം ഇഷ്ടമായിരുന്നു. ബിജു സിനിമയിൽ വന്ന കാലം മുതൽ അറിയാം. ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് നടന്നില്ല. ആ നടക്കാത്തതെങ്കിൽ ഒരു സിനിമ നടക്കുന്നു എന്നത് മുൻകൂട്ടി ദൈവം വിചാരിച്ചുകൊണ്ടായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ ലിജയോട് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനൊരു സിനിമ സത്യസന്ധമായി താങ്ക് യു ഷിബു, കൊച്ചുമോൻ, അനുമോൻ, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങി ഒരു വർഷമായ ദിവസമാണ്. ഒരു വർഷമായി ഞങ്ങൾ ഈ സിനിമയെ തുടങ്ങി. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, ഇതെന്തുകൊണ്ടുണ്ടായി, എന്തായിരുന്നു ഈ സിനിമ. ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ കഥ കൊണ്ടുപോയി. പിന്നെ ആ കഥ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറുകയാണ്. ഇതിന് കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്. ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കൊച്ചിലെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത്. എൻ്റെ അമ്മയും അമ്മയും കൊച്ചിയും ഉമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവലയത്തിൽ ആ ഉറക്കി കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥയാണ്. പോലെയൊക്കെ ഒരു സിനിമയാണ്. ഒരു നാട്ടുകൂടി കഥയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ അതിന് എല്ലാ ഇമോഷൻസും ഉള്ളൊരു കഥയാണ്. ഈ സിനിമയില് പ്രേമമുണ്ട്, പ്രണയമുണ്ട്, അസൂയുണ്ട്, റിവഞ്ചുണ്ട്, ഇമോഷൻസുണ്ട്, ദേഷ്യമുണ്ട്, പരിഹാസം, എല്ലാം. അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലോസഫി ഉണ്ട്. കണ്ടത് നിജം, കാണാത്തത് പോയി. നീ കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജെന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്താണെന്ന് ഈ സിനിമ കാണുമ്പോഴാണ്. പിന്നെ ഈ സിനിമ വളരെ വലുതായി. ഇപ്പം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയല്ല. ഇതൊരു മലയാള സിനിമയല്ല. എന്തെങ്കിലും തമിഴിൽ കണ്ടാൽ തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ കന്നഡയിൽ കണ്ടാൽ ഹിന്ദിയിൽ കണ്ടാൽ ആ സിനിമയായിട്ട് തോന്നണം. അതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായി. അത് വലിയൊരു എന്താണ് സ്പെക്ട്രത്തിലേക്ക് പോയി. ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് മെയിൻലി. പിന്നെ മദ്രാസിലാണ്, ചിഞ്ചി ഫോർട്ട്. അതിൻ്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊരു കഥയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ. ഇതൊരു എന്താ പറയേണ്ടത്, ഒരു ഏറ്റുപറച്ചിലല്ല, ഒരു കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സിനിമ. കാര്യം ക്ലൈമറ്റ് വൈസ് വളരെയധികം പ്രയാസപ്പെടുത്തി ഞങ്ങളെ. പൊടിക്കാറ്റുകൾ, പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി. അതൊന്നും ഒരു കംപ്ലൈൻ്റ് അല്ല. അതിൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും, ആ സിനിമയുടെ ഭാഗമായ അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു. ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഇവിടെ നൃത്തം ചെയ്ത സുനാനി മറാഠിയിലുള്ളൊരു ആക്ട്രസ്സാണ്. അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് വിജയുടെ കഴിവ്. ഇവിടെ ഇങ്ങനെ കഥ അല്ലെങ്കിൽ മനോജ്, ഹരീഷ് സാർ, അത് എല്ലാവരും, സുചിത്ര, ഓരോരുത്തരെ പറയാം. ചെറിയ റോള് ചെയ്ത മണികണ്ഠൻ, എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൊച്ചു റോളായി പോലും രാജീവൻ ഒക്കെ ഓരോരുത്തരെ എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിൽ വേറെ ആരെങ്കിലുമായിട്ട് ഇത് ശരിയാവില്ല എന്ന് തോന്നുന്നത് തരത്തിൽ. ഒരുപാട് ഫോറിൻ ആക്ടേഴ്സും
അപ്പൊ അതൊരു 12,000 പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. മിനിമം 500 പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സെറ്റിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി. ചുമ്മാ താങ്ക് യു. സിനിമയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഇതില് എന്താ പറയണ്ടത്, പിന്നെ ഇതിനെ ഗാനങ്ങൾ ഷഫീഖാണ് എഴുതിയിരിക്കുന്നത്, അദ്ദേഹമാണ് ചില ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടാക്കി, പ്രാപ്തി എന്നുള്ള പാട്ട്. വലിയ അവകാശവാദമൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനാണ്. ഏറ്റവും മനോഹരമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ ഷോട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ ഒരു കളർ പാറ്റേൺ, അല്ലെങ്കിൽ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു വാം ടോണുകൾ, അതിലെ കോസ്റ്റ്യൂം, അതിൻ്റെ ലൊക്കേഷൻസ്, അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതിൻ്റെ സെറ്റായ ഒരുപാട് കാര്യങ്ങൾ. സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം ഒരു ആക്ടറിനൊരു അഭിനയത്തെ ഒരു കഥ കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതൊരു നല്ല സംവിധായകന്റെ കൂടെയും നല്ലൊരു പ്രൊഡക്ഷൻ്റെയും കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗ്യമാണ്. ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ്, ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കഥാപാത്രം, അതിൻ്റെ അകത്തുള്ളൊരു ഫിലോസഫി. ഇപ്പൊ ഈ മലയക്കോട്ടെ ബാലകൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ, വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ആൾക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. അയാൾക്ക് നേരിടാവുന്ന പ്രശ്നം. അപ്പോൾ ഒരു വളരെയധികം പറയട്ടെ രഹസ്യങ്ങളുള്ള ഒരു സിനിമ. ആ രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 25-ാം തീയതി ഇതിനെ തിയേറ്ററിലേക്ക് പോകുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. കാര്യം നല്ല സിനിമയെ കൈനീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിലെ. ഈ സിനിമയ്ക്ക് തന്നെ ഒരു ഹൈപ്പുണ്ട്. ഇത് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട, മലയാളക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും, ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സബ്ടൈറ്റിൽ ചെയ്തിറക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഒരു മീഡിയയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെയും ആൾക്കാരുണ്ട്. ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, എൻ്റെ കൊളീഗ്സിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഒരു ചിത്രത്തിൽ പാട്ട് പാടാൻ കഴിഞ്ഞു. നമുക്കെല്ലാവരും ഓൾറെഡി കേട്ടു. പക്ഷെ നമുക്കൊരു ഭാഗ്യത്തിന് വേണ്ടി നല്ലൊരു 2 വരി ഇവിടെ പാടാമോ? അതൊരു പ്രത്യേക പാട്ടാണ്, അങ്ങനെ പാടാൻ പറ്റില്ല. അത് പറയാൻ കാര്യം അത് ഈ ബോഡി ടാപ്പിംഗ്, ബോഡി അതിൻ്റെ ഒരു താളമൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അതിലില്ല. ദേഹത്ത് തട്ടിപ്പാട്ട് നമ്മളിങ്ങനെ തട്ടിപ്പാടില്ലേ, താളമില്ലാണ്ട് എങ്ങനെ പാടും. താങ്ക് യു സോ മച്ച് ഇവിടെ പാടിയതിന്, പാട്ട് പാടിയതിന്, പാട്ട് കേട്ടതിന്, അല്ല ഇവിടെ ഡാൻസ് ചെയ്തതിനൊക്കെ ഞാനത് എക്സൈറ്റ്മെന്റിൽ ഞാൻ എക്സൈറ്റഡ് ആണല്ലേ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ സോങ്. എൻ്റെ സോങ് സോ ബ്യൂട്ടിഫുള്ളി. 2 പേര് 3 പേര് ഞാൻ ഹിറ്റ് മേക്കർ ലിജോ ജോസ് ആൻഡ് അഭിനയ ചക്രവർത്തിയായ ലാലേട്ടൻ ഒത്തുചേർന്നപ്പോൾ സർ ആസ് എ പ്രൊഡ്യൂസറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സഞ്ചരിക്കാത്ത വഴികളിൽ കൂടി ഒന്നും സഞ്ചരിച്ചല്ല ഇതിലെത്തിയത്. ഇതൊക്കെ യാദൃശ്യമായി സംഭവിച്ചാണ്. ലാലുമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള പരിചയവും സ്നേഹവും അതൊരു സിനിമയിലേക്ക് എത്തിച്ചു. അവിടെ അവിചാരിതമായി ഉപയോഗിക്കുന്നുണ്ട്. അവർ തമ്മിൽ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ബിക്കോസ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, നമുക്ക് പലപ്പോഴും ഒരു സൈൻ ലാംഗ്വേജ് ഒക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ ലിജോയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ലാലിന് മനസ്സിലാവും. ലാലിനെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടെന്നുള്ളത് ലിജോയ്ക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെ യാഥാർത്ഥ്യമായി. മാത്രമല്ല ഈ സിനിമ ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം ഈ എൻറ്റയർ ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. സോ യു ആസ് എ പ്രൊഡ്യൂസർ, വാട്ട് ഹാസ് ബീൻ യുവർ വിഷൻ ടു ഗോ ഫോർവേഡ്? ശരിക്കും ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഇത് തുടങ്ങിയത് രാജസ്ഥാനിൽ കഴിഞ്ഞ ജാനുവരി 18, ഇന്നേക്ക് 1 വർഷം മുമ്പ്. അത് കൊടും ശൈത്യമാണ്. നമുക്കറിയാം ഡെസേർട്ടിൽ ഉള്ള തണുപ്പ്. രാത്രി കാലങ്ങളിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഷൂട്ടുണ്ട്. ഇവരുടെ
കോസ്റ്റ്യൂം കൊണ്ടറിയാം. വാം ക്ലോത്ത്സ് ഒന്നും ഇടാൻ സാധിക്കാതെ തന്നെ ആ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. എന്നാൽ ഈ ഷൂട്ടിംഗ് അവസാനിച്ചപ്പോൾ ചെന്നൈയിൽ പോണ്ടിച്ചേരിയിൽ സിഞ്ചി ഫോർട്ടിൽ അവസാനിക്കുമ്പോൾ കൊടും ചൂട് അതിനെ അവഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് പൊടിക്കാറ്റടിച്ചു, അങ്ങനെ തന്നെ ഒന്ന് പലർക്കും പണിയുണ്ടായി. സിനിമയുമായി ബന്ധപ്പെട്ട ചിത്രീകരണത്തിൽ ഇതുപോലെ പൊടിയടിച്ച് പലർക്കും പനിയുണ്ടായി, രോഗമുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചു. പക്ഷെ എല്ലാവരും കൂട്ടായ്മയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും അച്ഛൻ എന്നുള്ള നിലയിലും ഞാൻ ഏറ്റവും ടെൻഷൻ അനുഭവിച്ചത് പോണ്ടിച്ചേരിയിൽ ഷൂട്ടിംഗ് വന്നപ്പോഴാണ്. സിഞ്ചി ഈ കഥയിൽ ഒരു എല്ലാം രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾ നിലനിർത്തിയിരുന്ന എല്ലാവർക്കും അറിവുള്ളത്. അതിന്റെ ഭാഗമായി ലൊക്കേഷനിലൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല ഞങ്ങൾ നിഷ്കർഷിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് 2000-ൽ പരം ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു ഷോട്ട് എടുക്കുന്ന വേളയിൽ ഞാൻ അങ്ങോട്ട് ചെന്നിറങ്ങുന്നേ ഉള്ളൂ. ഞാൻ ചെന്നിറങ്ങുമ്പോൾ കാണുന്നത് കൂട്ട ഓട്ടമാണ്. എല്ലാവരും കൂടെ ലാൽ മാത്രം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന, ബാക്കി എല്ലാവരും കൂട്ട ഓട്ടമായി കാണുക. എല്ലാവരെയും കടന്തലാണോ തേനീച്ചയാണോ ഇത് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ആരോ വന്ന് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി. അവിടെ സെക്യൂരിറ്റിയിൽ നിന്നവർ ആ മൊബൈൽ വാങ്ങിച്ച ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തവന്മാരെ നോക്കിയപ്പോൾ വേറെ ഒരു കടന്തൽ കൂടുന്നുണ്ട്. അതിലേക്ക് 4 കല്ല് വലിച്ചെടുത്തു. ആ കടന്തലെല്ലാം കൂടെ വന്ന് കൊത്തിപ്പറിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞൊരു മകൻ എന്നുള്ള നിലയിൽ, അച്ഛൻ എന്നുള്ള നിലയിൽ ആദ്യം കാണുന്ന എൻ്റെ മകന്റെ മുഖമാണ്. എൻ്റെ മകനാണ് പെട്ടെന്ന് മനസ്സിലാകാത്തതുപോലെ കടന്നൽ കുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല മണികണ്ഠൻ, എൻ്റെ മുമ്പിൽ മണികണ്ഠൻ ഇവിടെ ഉണ്ട്. മണികണ്ഠന്റെ അവസ്ഥയും വന്ന് അതിൽ വന്ന ഒരു ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ നമുക്ക് മുഖം കണ്ട ഭയം തോന്നുന്ന നിലയിലേക്ക് മാറിയത്. വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അതുപോലെ ഒരു പ്രദേശത്ത്, ഗ്രാമീണ പ്രദേശ ആശുപത്രിയുടെ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. പക്ഷെ 100-120 പേര് ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ ചലഞ്ച്, സത്യം പറഞ്ഞാൽ ഏറ്റവും ആശങ്ക തോന്നിയ ഒരു സന്ദർഭമാണ്. അങ്ങനെ ഒട്ടനവധി ചലഞ്ചസ് ഉണ്ട്. ഈ സമയത്തെല്ലാം കൂടെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തോന്നുന്നു. ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് പടം ചെയ്തപ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് നമുക്കൊപ്പം ഷെയർ ചെയ്യാമോ? പ്രത്യേകിച്ച് ഒരു ഇൻസിഡന്റ് ആയിട്ട് എടുത്ത് പറയാനില്ല. എൻ്റെ സിനിമ തന്നെയാണ് അനുഭവം. കണ്ടത് നിജം, കാണാത്തത് പോയി, കണ്ടതെല്ലാം ഇനിയാണ് നിജം എന്ന് മനസ്സിലാക്കുന്ന ഒരു അനുഭവം. അങ്ങനെ എനിക്ക് പറയുന്നത്. I'm sure Susan could also ask something to the man behind the magic. ഞാനത് പറഞ്ഞില്ലേ, ഇവർ തമ്മിലുള്ള ഏത് ലാംഗ്വേജിലാണ് സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ മുതൽ 10 മിനിറ്റിന് ആ കഥ തീർന്നു. അത് കഴിഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്ന ആ ആശയം ഒരു വലിയ കഥയായി മാറുകയാണ്. ത്രൂ ഔട്ട് ദ മൂവി ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഇൻട്രാക്ഷൻ കാണുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ലാംഗ്വേജിൽ കൂടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അനായാസം അത്. Thank you very much, sir. Thank you so very much. My name is Prashant Pillai and I am the music composer for Liju's Mohanlal's Avtaram Malaikottai Vaaliban. Working with Liju has always been fun. Almost all my best works have come when I have collaborated with him. The reason for it is that he knows what my sound is and I know what sound he truly wants, and that understanding comes from our fondness for each other's work, for each other's personal life choices, for each other's creative skills. And I'm glad we started off with Nayagan. And from there on, we tried experimenting new ideas, new thoughts, new concepts, new songs, and all the way until Amin became the benchmark film we known for our work, and then Angavali Diaries, and then Jallikattu, and so on. Malaikottai Vaaliban is definitely a very unique film in my kitty whilst working with Liju, because it's the first time we have or rather we have collaborated with the writer Rafiq,
So Rafiq had some fantastic tunes in the beginning, and we were able to take those tunes and deck it up and make it more interesting. And those are some of the songs which you all are still loving it today. One of them being Rak, and the other one being Ponnarakaatile, which is such a lovely old school nostalgia song. With Lijo throughout his journey, അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ what do you have to say about his evolution as a director? എനിക്ക് കഴിഞ്ഞ 20 വർഷമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് എന്ന് പറയുന്നത് സൗഹൃദം ആണ്. എൻ്റെ ഒരു ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സൗഹൃദമാണ്. പിന്നെ ഒരേപോലെയുള്ള ചിന്തകളുണ്ട്, കഥകൾ ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാം കൂടിയാണ്, കലയും സൗഹൃദവും കൂടിയുള്ളൊരു ബ്ലെൻഡാണ് അത്. So as a director, you see him evolving with each movie, അല്ലേ? അതെ. Anything else നമ്മൾ എല്ലാവരും പറയാൻ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു മൂവിനെ കുറിച്ചോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയിച്ച ഒരു പ്രതിഭാസം എന്ന് പറയാവുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്തു. ലിജോ ഞാൻ ഒരുമിച്ച് 3ാമത്തെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ, ലാലേട്ടൻ്റെ കൂടെ നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു. അതിലുപരി ഒരു വലിയ ക്രൂവിൻ്റെ കൂടെ, എല്ലാ തരക്കാരുമായിട്ടുള്ള ഒരു വലിയ ക്രൂവിൻ്റെ കൂടെ ഏതാണ്ട് 1 വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ സിനിമയുടെ വർക്ക് തുടങ്ങിയിട്ട് 1.5 വർഷമായി. 1 വർഷം സിനിമ ഷൂട്ട്, ഏതാണ്ട് 6 മാസത്തോളം ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. കഥ ഡെവലപ്പ് ചെയ്യാനും സ്ക്രിപ്റ്റ് എഴുതാനും ഒക്കെ ഉണ്ട്. പൂർണ്ണമായിട്ടും ഇത് ലിജോയുടെ കോൺസെപ്റ്റും അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റുമാണ്. ഞാൻ ഇതിനോട് ചേർന്ന് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. Thank you very much. താങ്ക് യു. ലാലേട്ടൻ്റെ കൂടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ with a heartfelt message, and ആ പോസ്റ്റ് ഭയങ്കര വൈറലായി because everybody could connect with it. ഹരീഷേട്ടൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മൾ എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ we would be more than happy to hear from you. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു ഇരട്ടി മധുരമാണ് എന്നെ സംബന്ധിച്ചു. കാരണം ഒരു അക്ഷയുടെ ഒരു ലോട്ടറി എടുത്ത് 1 കോടി അടിച്ചു എന്ന് വിചാരിക്കുന്ന അപ്പൊ അതിൽ നിന്ന് ഒരു 200-300 രൂപ കൊടുത്ത ഒരാൾ നമ്പർ പറഞ്ഞു. അടുത്ത മാസത്തെ നറുക്കെടുപ്പിന് ആ ഓണം നമ്പർ അയാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം പ്രിയൻ സാറിന്റെ ഓളവും തീരും. നമുക്കറിയാം, മലയാള സിനിമയെ പ്രിയൻ മേനോൻ സാർ വാതിൽ കുറച്ച് ക്രിക്കറ്റിലേക്ക് മുഴുവനായിട്ട് കേരളത്തിലേക്ക് പറിച്ചു തട്ടാൻ അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തി. ആ സിനിമ വീണ്ടും MT സാറിന്റെ 10 കഥകൾ 10 സംവിധായകർ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമ അതിൽ കൊടുത്തു. അത് നമ്മുടെ എപ്പോഴത്തെയും വലിയ സംവിധായകനായ പ്രിയൻ സാറിന് സംവിധാനം ചെയ്യുന്നു. ആ സിനിമയിൽ മധു സാർ അവതരിപ്പിച്ച കഥാപാത്രം ലാലേട്ടനോട് ജോസ് പ്രകാശ് സാർ ചെയ്ത ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പ്രിയൻ സാർ ഒരു ദിവസം രാത്രിയെ വിളിക്കുന്നു. അപ്പൊ ആ സിനിമ ചെയ്തു കഴിഞ്ഞ് അതിന്റെ ഒരു സന്തോഷം, അതാണ് ഞാൻ അക്ഷയനോട് ഞാൻ പറയാനില്ല, അതിന്റെ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ചോളം തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലിജോ എന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ലിജോയുടെ ഇമയവും ചില്ലിക്കെട്ടും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. ഒരു നടന്മാരെപ്പോഴും അങ്ങനെ, നടി നടന്മാരൊക്കെ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഇയാളുടെ കൂടെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കും. പക്ഷെ ചിലപ്പോൾ ചോദിക്കൽ കുറവായില്ല. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച സംവിധായകനാണ് ലിജോ പ്രിൻസ്. അധികം താമസിക്കാതെ അദ്ദേഹത്തിന്റെ കോൾ എനിക്ക് വരും. അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2 ദിവസം എന്ന് പറയുന്നത് ഒരു 2 മാസത്തെ ഒരു മീറ്റിംഗ് പോലെയാണ്. കാരണം ഇദ്ദേഹത്തിന് എത്തണം, കേൾക്കണം, അതെന്താണെന്ന് അറിയണം, കഥാപാത്രം എന്താണ്, പിന്നെ വേറൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ
ചെറായിൽ ലിജുവിനെ കാണും. അപ്പോഴാണ് ഈ കഥാപാത്രത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു ലിജു എനിക്ക് വേണ്ടി കാത്തു വെച്ചത്. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. How was it choreographing for Malayalam movie? This is going to be one of the biggest block of office, right? It is an outstanding experience. First of all, good evening everybody, and thank you for giving such a huge applause for Sonali. She was really scared to do a solo dance. Generally we have dancers along with her, and thank you Lijo for letting me do this film. We had done 13-14 years back one film called Natarang in Marathi. From that I think Sonali had mentioned me. She had called me, Vati, I have received this film. Lijo saw Apsara Ali. That was a very beautiful number from that film, and she said, I'm doing this film with Lal sir, and we are all very excited, sir, because of course, though we work in Marathi, you know, it's work in such a huge film. It was excitement. I came in picture because the genre of this style, the dance form is very similar to Lavani, a Marathi dance form, and semi-classical. So thank you so much everybody. Madhu sir, I'm missing Madhu sir today, who's our cinematographer, who stood by me, and Kochuman sir, I remember my first call with him, so thank you. This is your debut as a choreographer and debut in the Malayalam movie industry. So in this box office movie, how was your experience? How do you feel? Firstly, thank you everyone. Thank you Lijo sir, first of all, for this amazing opportunity. Thank you Lal sir. Again, the experience has been amazing. It's an honor. Thank you Fulma ma'am for all the knowledge that you have given me. This is the best. I felt lucky because the first day I met her and she threw all the knowledge at me, and I was like, I can do anything now. So that was amazing, and I can't express in words the gratitude that I feel. I thank my lovely family, my wife and my son for believing me and believing my talent and supporting me. And finally, Malaikote Valiban has taught me something that I will always keep with me. If you decide to do something, you can do it, and you will do it. Thank you Malaikote Valiban for that lesson, and thank you everyone. Sonali is saying that this is your first South Indian language movie. So how was it working with a hit maker Lijo sir and the legendary Lalit? How was it? Unreal, surreal, unbelievable. Although I've done some films back home, coming out of your comfort zone into a new world altogether is a huge challenge. But Lijo sir he just flows like water, and he lets everyone in the flow in the journey, and you don't know what you end up doing. So we all surrendered to his vision, his magic on screen, and trust me, what you're going to witness from the 25th of Jan is something that we in Indian cinema have not witnessed. So this journey has been like a dream come true. Along with that, or I think it all becomes even more grand with Mohanlal sir. He is the most wonderful co-star that anyone can have. He's so talented, so down to earth, and he's such a supporter for everyone who's performing, because most of us are working in this industry for the first time, and he was there on the set making sure that we're all doing our best, we're all comfortable, we're all confident. So sir, you're amazing. I was a fan of your work, but now I'm a fan as a person, as a co-star. And Lijo sir is like a maker that Indian cinema is going to look forward to. So even back in Bombay, we have huge fans of his work, whether it's this Chalikattu or Ankamalli Diaries. We have huge fans of his, and not just in Mumbai, but the whole country and the whole world is going to witness his creation in the coming years for sure. Along with that, I want to thank Kochuman sir who cast me, or he called me, or he made everything so comfortable. You know, when you work in an industry which is outside of yours, you need that support and comfort zone. So which Kochuman sir, Shibu sir, Achu, Max Lab, Jacob, everybody made sure that we were like a one big huge family shooting in Rajasthan over a year. But I'm thankful for this opportunity, and
I think this dance performance was inspired from Apsara Ali, which Lijo sir is a fan of, and we tried to recreate that magic in Malayalam cinema, not just in Malayalam, but Tamil, Telugu, Kannada, and Hindi. I hope people will like it. People will love the film for sure, and I can't wait to buy the first ticket and watch the film at first 6:30 a.m. that you watch. Yeah, I want to witness it with the fans and the whole euphoria. So, yeah, I can keep on talking. Thank you so much, and we would love to keep hearing you. And welcome to the Malayalam Film Fraternity. Thank you. We are blessed to have you, and it was wonderful watching you perform. Thank you so much. Thank you so much. Kandada nijam kaanadadu poi, nee kandadellam poi, eni kaana povada nijam. DG Freshmatic Liquid Detergent ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DJ Your One Cup Magic.